വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. എൻ്റെ പൊന്നു മക്കളെ, പല ആളുകളും മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടൊരു തമ്പ്, സൈലം സ്റ്റുഡൻസ് ഈ പ്രധാനപ്പെട്ട 10 പോയിന്റുകളും പഠിച്ചു കഴിഞ്ഞു. അത് കേട്ടപ്പോൾ പല കുട്ടികൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും, ഏതായിരിക്കും ആ ഒരു 10 പോയിന്റ്, ഏതാണ് ആ പ്രധാനപ്പെട്ട 10 പോയിന്റ്. സൈലം കുട്ടികൾക്ക് എപ്പോഴാണ് അത് പഠിച്ചു കഴിഞ്ഞ്, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, ഞാനിങ്ങനെ വെക്കേഷൻ മാക്സിമം എന്ത് ചെയ്യാണ്, വിരുന്ന് പോയിട്ടും അല്ലെങ്കിൽ ടൂർ പോയിട്ടൊക്കെ അങ്ങനെ കഴിഞ്ഞല്ലോ, എൻ്റെ പടച്ചോനെ 10ാം ക്ലാസ്സിലാണല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യും, അങ്ങനെ വിഷമിക്കുന്ന ഒരുപാട് കുട്ടികളുടെ ആയിരിക്കും. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മക്കളെ, നമ്മൾ സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ സൗണ്ട് വേവ്, നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്, സൗണ്ട് വേവ്, അതായത് ശബ്ദ തരംഗങ്ങൾ എന്ന ചാപ്റ്റർ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ആ ചാപ്റ്ററിന്റെ ബേസ് ചെയ്തിട്ടൊരു യൂണിറ്റ് എക്സാം കഴിഞ്ഞു. ആ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് എത്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സൈലത്തിന്റെ ആ ഒരു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ആ 10 പോയിന്റുകൾ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞത്. മക്കളെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അതേപോലെ പഠിക്കാൻ പറ്റും. ഇനിയും സമയം വൈകിയിട്ടില്ല, സ്കൂൾ തുറക്കുന്നേ ഉള്ളൂ. ഒരാഴ്ച കഴിഞ്ഞാൽ സ്കൂൾ തുറക്കാൻ പോവാണ്. അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കും ഇതേപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം ഇപ്പം ഉണ്ട്. നമ്മളെ സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ, പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ, സമയം കളയണ്ട. ഇനി നമ്മൾ ഈ ഒരു സൗണ്ട് വേവ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത്, സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത്, ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഈ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ 10 പോയിന്റുകൾ നിർബന്ധമായിട്ടും പഠിക്കണം എൻ്റെ ഗൈസ്. അതുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പം മാക്സിമം എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളൂ. ആ ഒരു 10 ഇമ്പോർട്ടൻ്റ് പോയിന്റ് നിങ്ങൾക്കും പഠിക്കാൻ പറ്റും. അതിനുള്ള സമയമാണിത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താണ്, സൗണ്ട് വേവ് അല്ലേ. സൗണ്ട് വേവ് എന്താണ്, ശബ്ദ തരംഗങ്ങൾ. ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ആദ്യത്തെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് സിമ്പിൾ പെൻഡുലം അല്ലെ. സിമ്പിൾ ആയിട്ടുള്ളൊരു പെൻഡുലമാണ്. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്, വെറുതെ ഒരു കയറെടുത്തു, ഒരു ത്രെഡ് എടുത്തു, എന്നിട്ട് അതിന്റെ താഴെ ഒരു ബോളോ ഒരു കല്ലോ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അറേഞ്ച്മെന്റ് നമുക്ക് എന്താ പറയാ, സിമ്പിൾ പെൻഡുലം എന്ന് പറയാം അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഞാനൊരു മെറ്റൽ ബോബ്, ഇതിനെന്താ പറയാ, മെറ്റൽ ബോബാണ്, ബോംബല്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഈ അറേഞ്ച്മെന്റിനെ നമ്മൾ എന്ത് പറയുന്നു, സിമ്പിൾ പെൻഡുലം എന്ന് പറയും. ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ, ഒരു 10 പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിക്കാൻ നിങ്ങൾ റെഡി അല്ലേ? വന്നോളൂ. അപ്പൊ എന്താണ് ഒരു സിമ്പിൾ പെൻഡുലം, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ 5 മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിലേക്ക് നോക്കുക. സിമ്പിൾ പെൻഡുലം നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് റെസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. ഈ ഒരു റെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പോയിന്റിനെ നമ്മൾ ഈക്വിലിബ്രിയം പൊസിഷൻ, അതായത് തുലന സ്ഥാനം എന്ന് പറയുന്നു. ഇതിങ്ങനെ റെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഈ പോയിന്റ് നമ്മൾ എന്ത് പറയാം, ഈക്വിലിബ്രിയം പൊസിഷൻ, അല്ലെങ്കിൽ എന്ത് പറയാം, മലയാളം മീഡിയക്കാർ എന്ത് പറയണം, തുലന സ്ഥാനം എന്ന് പറയുന്നു. ഇനി ഈ ഈക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് നമ്മൾ ഇതിനകത്ത് ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ, ഒരു ബലം കൊടുത്തു കഴിഞ്ഞാൽ ഇത് 2 വശങ്ങളിലേക്ക് ഇങ്ങനെ ആടാൻ തുടങ്ങുന്നു അല്ലേ. ഇത് ഓസിലേറ്റ് ചെയ്യുന്നു, 2 വശങ്ങളിലേക്ക് ഇത് എന്ത് ചെയ്യുന്നു, ഊഞ്ഞാലാടുന്ന പോലെ ഇങ്ങനെ 2 വശങ്ങളിലേക്കും എന്ത് ചെയ്യുന്നു, ടു ആൻഡ് ഫ്രോ മോഷൻ, ഇരുവശങ്ങളിലേക്കും അതിങ്ങനെ ദോലനം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് പറയാം. ഇനി അതോടൊപ്പം തന്നെ ഇതിങ്ങനെ ആടി മാക്സിമം ഇവിടെ എത്തിച്ചേർന്ന് വിചാരിക്കാം. അപ്പൊ ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഇവിടുന്ന് തുടങ്ങിയിട്ട് ആടിയിട്ട് ഇവിടെ എത്തി വിചാരിക്കാം. ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയാ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തിയിട്ട് വീണ്ടും ഇവിടെ എത്തി, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തി. ഒരൊറ്റ ആട്ടം, 1 ഓസിലേഷന് വേണ്ട ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുക, പീരീഡ് എന്ന് പറയാം. ഈ ഒരു സിമ്പിൾ പെൻഡുലം ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഒരു നൂലൊരു കല്ല് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ആടി ഒറ്റ തവണ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ട ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുക, പീരീഡ് എന്ന് പറയാം. എന്താ പറയുക, പീരീഡ് എന്ന് പറയുന്നു. ഇനി നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ ഇത് എത്ര പ്രാവശ്യം ആടി തീർന്നു, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രീക്വൻസി, ആവൃത്തി എന്ന് പറയാം. അപ്പോൾ നോക്കി, ഈ ഒരു സിമ്പിൾ പെൻഡുലം ബേസ് ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ പോയിന്റ് എടുക്കുക, ഈക്വിലിബ്രിയം പൊസിഷൻ അറിയണം, ഓസിലേഷൻ ദോലനം അറിയണം, ആംപ്ലിറ്റ്യൂഡ് അറിയണം, പീരിയഡ് അതറിയണം, അതേപോലെ തന്നെ ആവൃത്തി, ഫ്രീക്വൻസി, ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അറിയണം. ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അതാണ് നമ്മളെ ആദ്യത്തെ ഒരു 5 പോയിന്റ് എന്ന് പറയുന്നത്. മക്കളെ, അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മളൊരു സിമ്പിൾ പെൻഡുലം വെച്ചു. ഈ മാക്സിമം ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം.
ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് അതിനെ എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇനി ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതാ ഇവിടെ തന്നെ എത്തിച്ചേർന്ന് വിചാരിക്കുക. ഇവിടുന്ന് തുടങ്ങി ഇവിടെ തന്നെ എത്തി വിചാരിക്കുക. അപ്പോൾ ഒരൊറ്റ ഓസിലേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഓസിലേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫ്രീക്വൻസി എന്ന് പറയാം. ഒരു ഓസിലേഷന് വേണ്ട ടൈമിനെ നമുക്ക് എന്താ പറയാം, പീരീഡ് എന്ന് പറയാം. അപ്പോൾ ആ പീരീഡിനെ നമ്മൾ ക്യാപിറ്റൽ ടി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഫ്രീക്വൻസിയെ നമ്മൾ എഫ്, ആവൃത്തിയെ എഫ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ പഠിച്ചു വെക്കണം, ഓർത്ത് വെക്കണം, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇനി ഇതാ നോക്കിക്കോളൂ, ഞാൻ ഒരു ചെറിയ ഒരു ഗ്രാഫ് ബേസ് ചെയ്തിട്ട് ഒരു വേവ്, ഒരു തരംഗത്തിനെ ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് പല കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായാലുണ്ട്. ഒരു സിമ്പിൾ പെൻഡുലം ഞാൻ ഇവിടുന്നാണ് ഇതൊരു ഫോഴ്സ് കൊടുക്കുന്ന, ഒരു ഫലം കൊടുക്കുന്ന വിചാരിക്കുക. ഇതാ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തിച്ചേർന്നു ഒരു ഓസിലേഷനായി. ഒന്നുകൂടി നോക്കുക, ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഒരു ഓസിലേഷൻ. നമ്മൾ ഊഞ്ഞാലാടുന്ന സമയത്ത് ഇങ്ങോട്ട് ആട്ടി വിട്ടു വിചാരിക്കും കുട്ടീനെ. അപ്പോൾ കുട്ടി ഇങ്ങോട്ട് ആടിയിട്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഒറ്റ ഓസിലേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടുന്ന് തുടങ്ങിയാൽ ദാ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ദാ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ തന്നെ എത്ര, അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ, സാറേ ഇപ്പുറത്തുനിന്ന് തുടങ്ങിയാലും ഒരു കുഴപ്പമില്ല, ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ദാ ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തുമ്പോൾ ഒരു ഓസിലേഷൻ. ആ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ഒരു തരംഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇതിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്നൊക്കെ പറയും, അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വേവ് കിട്ടിക്കഴിഞ്ഞാൽ ദാ ഇവിടുന്ന് തുടങ്ങിയിട്ട് ദാ ഇവിടെ എത്തുമ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി. മക്കളെ ശ്രദ്ധിക്കണം, അതായത് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തുന്നു. അതേപോലെ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതാണ് ഒരു ഓസിലേഷൻ. അങ്ങനെ ഈ ചിത്രത്തിലേക്ക് നോക്കും, ഇതാ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി, രണ്ടാമത്തെ ഓസിലേഷൻ കംപ്ലീറ്റ് ആയി, മൂന്നാമത്തെ ഓസിലേഷൻ കംപ്ലീറ്റ് ആയി, നാലാമത്തെ ഓസിലേഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതിൽ നോക്കിയിട്ട് നമുക്ക് ഓസിലേഷന്റെ എണ്ണം കണ്ടെത്താൻ പറ്റും. ഇതൊരു സെക്കൻഡിൽ 4 ഓസിലേഷൻ വന്നു വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 4 ഹെഡ്സ് ആണ്, 4 ഹെഡ്സ് എന്ന് പറയും. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെഡ്സ് എന്ന് പറയുന്നത്. ടൈം പീരീഡിന്റെ യൂണിറ്റ് സെക്കൻഡ് എന്നാണ് പറയുക. അപ്പോൾ നോക്കുക, ഈ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യണം പറയണം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള 4 ഇക്വേഷൻ കൂടി നമുക്ക് പഠിക്കണം. പീരീഡ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, മലയാളം മീഡിയം ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും ഒറ്റ പേരാണ്. പീരീഡ് എന്ന് പറഞ്ഞാൽ അതിനെ ക്യാപിറ്റൽ ടി എന്ന അക്ഷരമാണ് സൂചിപ്പിക്കുക. അതായത് ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. നമുക്ക് ഓരോ ഓസിലേഷൻ വേണ്ട ടൈമിനെ നമ്മൾ ടി എന്ന് പറയാം. ബൈ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻ, ദോലനങ്ങളുടെ ഓസിലേഷന്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, എൻ എന്ന് പറയാ. അപ്പൊ ടി ഈസ് ഈക്വൽ ടു ടി ബൈ എൻ. അപ്പൊ പീരീഡ് കാണാൻ ഇക്വേഷൻ എന്താണ്, ടി ഈസ് ഈക്വൽ ടു ടി ബൈ എൻ. പീരീഡിനെ നമ്മൾ ഏത് അക്ഷരം കൊണ്ട്, ക്യാപിറ്റൽ ടി ആണ്. ടൈമിനെ നമ്മൾ സ്മോൾ ലെറ്റർ ടി കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, പീരീഡ് എന്ന് പറഞ്ഞാൽ ഇത് പി എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പി ടി പീരീഡ് എന്ന് ഓർത്ത് വയ്ക്കുക. ഞാൻ വെറുതെ പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിക്ക് പോകാതെ കാണും. പീരീഡ് എന്ന് പറയുമ്പോൾ കുറേ കുട്ടികൾ സാറേ പി അല്ലേ, അപ്പോൾ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ, അപ്പോൾ പി ടി എന്ന് ഓർത്ത് വയ്ക്കുക, വെറുതെ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തൊരു ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു 1/f. ഫ്രീക്വൻസി ആവൃത്തി തന്നിട്ട് നിങ്ങളുടെ പീരീഡ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, ടി ഈസ് ഈക്വൽ ടു 1/f. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, 2 ഇക്വേഷൻ 2 പോയിന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ദാ ഇവിടെ നമ്മൾ 1, 2, 3, 4, 5 പോയിന്റ് നമ്മൾ പഠിച്ചു. ഇനി അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 2 ഇക്വേഷൻ. ടി ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ടി ബൈ എൻ, അടുത്ത ടി ഈസ് ഈക്വൽ ടു 1/f. ഈ ഇക്വേഷനൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ പീരീഡ് കാണാൻ 2 ഇക്വേഷൻ നമുക്ക് നിർബന്ധമാണ്. ഇനി അടുത്ത ഫ്രീക്വൻസി, ആവൃത്തി കാണാൻ ഇതേപോലെ 2 ഇക്വേഷനാണ്. ഇതിൻ്റെ നേരെ തിരിച്ചിട്ടാൽ മതി. ഫ്രീക്വൻസി ആവൃത്തി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈമാണ്, അതായത് ദോലനങ്ങളുടെ എണ്ണം ബൈ സമയം. അപ്പോൾ എഫ് ഈക്വൽ ടു എൻ ബൈ ടി, എഫ് ഈക്വൽ ടു എൻ ബൈ ടി, എഫ് ഈക്വൽ ടു എൻ ബൈ ടി. അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ എഫ് ഈക്വൽ ടു എന്താണ്, 1/t. കണ്ടല്ലേ, ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അതായത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് കാണിക്കുന്നത്. ടൈമും ഫ്രീക്വൻസിയും വിപരീത അനുപാതമാണെന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇക്വേഷൻ. അപ്പോൾ ജസ്റ്റ് ഓർത്തേക്ക്, ടി ഈസ് ഈക്വൽ ടു 1/f ആണെങ്കിൽ എഫ് ഈക്വൽ ടു 1/t എന്ന് എടുക്കാം. ഇനി അതല്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു ടി ബൈ എൻ ആണെങ്കിൽ എഫ് ഈക്വൽ ടു n/t എന്ന് എടുക്കാം. ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ, അപ്പോൾ ഇവിടെ 4 പോയിന്റ് പഠിച്ചു. അതായത് 5, 4, 9 അല്ലേ. ഇനി അടുത്ത നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ട ഒരു യൂണിറ്റ് കൂടി അറിഞ്ഞിരിക്കണം. അതായത് ഒരു ദോലനത്തിന് ആവശ്യമായ സമയമാണ് പീരീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡാണ്. അതെന്താ തന്നിട്ടുള്ള, എന്താണ്, ദ ടൈം റിക്വയർഡ് ഫോർ 1 ഓസിലേഷൻ. ഒരു ഓസിലേഷൻ കൊണ്ട് ടൈമിനെ നമ്മൾ പീരീഡ് എന്ന് പറയാം. അതിൻ്റെ യൂണിറ്റ് എന്താണ്, സെക്കൻഡ് എന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡുണ്ടായ ദോലനങ്ങളുടെ എണ്ണം അല്ലെ, നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ് ആണ്. അതിനെ എഫ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ്സ് എന്ന് ഓർത്ത് വയ്ക്കുക.
മക്കളെ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ നിർബന്ധമായി പഠിക്കേണ്ട മെയിൻ 10 ബേസിക് പോയിന്റുകളാണ് ഇതൊക്കെ. നമ്മൾ സൈലത്തിലെ കുട്ടികൾ എപ്പോഴോ പഠിച്ചു കഴിഞ്ഞു. ഇനി സൈലത്തിൽ ചേരാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് പറഞ്ഞത്. അപ്പം നിർബന്ധമായിട്ടും ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഇനി ഇതിനേക്കാൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സൈലത്തിന്റെ ഫാമിലിയിൽ ജോയിൻ ചെയ്യൂ. പെട്ടെന്ന് നിങ്ങൾ മൊബൈൽ എടുത്ത് എന്നിട്ട് അതിൽ പ്ലേ സ്റ്റോർ ഒന്ന് ഓൺ ആക്കിക്കും. ആ പ്ലേ സ്റ്റോറിൽ സൈലം ലേണിംഗ് ആപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് എന്നിട്ട് പെട്ടെന്ന് നമ്മളെ 10ാം ക്ലാസ്സിലെ ബാച്ച് എന്ന് പറഞ്ഞാൽ അസ്ത്ര ബാച്ച്, ആ അസ്ത്ര ബാച്ച് ഡൗൺലോഡ് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ വന്നോളൂ. നമുക്ക് പഠിക്കാം. ഇനിയും ഒരുപാട് സമയമുണ്ട്. സ്കൂൾ തുറക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലാസ്സിലെ സ്റ്റാർ ആവാനും ഫസ്റ്റ് ആവാനുള്ള ടൈമാണ്. അപ്പോൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.